നെല്ലിക്കട്ടയിലെ ആമോസ് നഗറിൽ ബായാർത്ഥങ്ങൾ വന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പൊതുവെ ബായാർത്ഥങ്ങൾ നെല്ലിക്കട്ടയിലേക്ക് വരണമെങ്കിൽ നമ്മൾ SSFR ഒരു 50,000 മുടക്കണമായിരുന്നു. അത്ര ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാനും വാഹനം പാർക്ക് ചെയ്യാനും അതിന്റെ പിന്നിൽ ഓടി നടക്കാൻ ഏകദേശം 1 ലക്ഷത്തോളം ചെലവ് നമുക്ക് വരുമായിരുന്നു. 10-20ഓളം പ്രവർത്തകർ അതിനുവേണ്ടി രാപ്പകലില്ലാതെ 1 മാസത്തോളം അധ്വാനിക്കണമായിരുന്നു. അതൊന്നുമില്ലാതെ 2-3,000ഓളം ജനങ്ങളെ ഇന്ന് അവിടെ ഒരുമിച്ച് കൂട്ടി വാഹനം പാർക്ക് ചെയ്തു, അതിന് പ്ലാനിങ്സ് ചെയ്തു. ബായാർത്ഥങ്ങൾ വന്നു, വമ്പിച്ച പ്രാർത്ഥന നടത്തി, നല്ല ഉപദേശം നൽകി, ശത്രുക്കളോളം അത്ഭുതപ്പെടുത്തി. വളരെ നല്ല രൂപത്തിൽ ഇന്നലെ കാളിയാർ വന്നതിന്റെ 5 ഇരട്ടി ജനങ്ങളും അതിനേക്കാൾ കൂടുതൽ അവരിൽ നിന്ന് തന്നെ ഒരുപാട് നല്ല സ്വീകരണങ്ങളും ലഭിച്ചു എന്ന് മാത്രമല്ല, ഇനിയും ഒരുപാട് ഇതുപോലത്തെ സദസ്സുകളിലേക്ക് ബായാർത്ഥങ്ങൾ വരണമെന്നും ബായാർത്ഥങ്ങളെ ആ ഒരു നോട്ടം കണ്ട ബായാർത്ഥങ്ങളുടെ ശത്രുക്കളടക്കം കൊതിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ഇന്ന് ആമോസ് നഗറിൽ ഫാത്തിമ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരുപാട് ബായാർത്ഥങ്ങളുടെ സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇന്ന് പങ്കെടുത്ത ആ ഒരു അനുഭൂതി കിട്ടിയിട്ടില്ല. വളരെ നല്ല ഒരു മജ്ലിസും. എന്തൊരു വാക്കാണ് തങ്ങൾ പറഞ്ഞത്. പല ആളുകളും ബായാർത്ഥങ്ങളുടെ സദസ്സിൽ പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ബായാർത്ഥങ്ങൾ പറയുന്നത്, അങ്ങനെ പറയുന്ന ആളുകളുടെ സദസ്സിൽ വേണമെങ്കിലും സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നിങ്ങൾ കണ്ണ് ചിമ്മി പോകണമെന്നാണ്. എന്തൊരു നല്ല മനസ്സായിരുന്നു എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ബഹുമാനപ്പെട്ട ബായാർത്ഥങ്ങൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ആ ആശയത്തിൽ ഒതുങ്ങി ജീവിക്കുന്നു, ആ ആശയം പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്വാധീനവും ഇത്തരത്തിലുള്ള ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ളത് എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഇന്നത്തെ ഈ ആഗമനത്തിൽ നിന്ന് മനസ്സിലായത്. ഇൻഷാ അള്ളാഹ് ആ ഒരു ബറക്കത്തും സന്തോഷവും ഇനി ഖിയാമത്ത് നാൾ വരെ ആമോസ് നഗറിൽ ഫാത്തിമ മസ്ജിദുമായി ബന്ധപ്പെട്ട് ഉണ്ടാവട്ടെ. ആ മുച്ചാക്കും അവിടെ സഹകരിച്ച എല്ലാവർക്കും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവത്തിന്റെ ഉടമകളാണ് ഇനി ഒരുപാട് നമ്മുടെ നാട്ടിൽ ഉയർന്നു വരേണ്ടത്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരും നാട്ടിലുള്ള എല്ലാവരും നന്നാവുകയും എല്ലാ ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്കെല്ലാവർക്കും മുക്തം നേടി പൂർണ്ണമായ വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഇന്നത്തെ ബഹുമാനപ്പെട്ട തങ്ങളുടെ സദസ്സിനെ കുറിച്ച്, ആഗമനത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ.